ഓക്കെ അമ്മാവാ, അത് ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണല്ലേ? ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അമ്മാവ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്കൊന്നും വിളിച്ച് പറയണ്ട. ഓക്കെ അമ്മ. ശരി 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 ശരി. ഓക്കെ. എടി, അമ്മാവനോളും വന്നുകൊണ്ടിരിക്കുവാണ്. നീ ഒരു ഉപകാരം ചെയ്യണം, കുറച്ച് കഞ്ഞി വെക്കൂ. അത് ഞാനിപ്പോൾ തന്നെ സെറ്റാക്കാം. എന്താ പറ്റിയെന്നാ പറഞ്ഞേ? അതവർ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. എന്തായാലും ടെൻഷൻ അടിക്കാനൊന്നും ഉണ്ടാവില്ല. ശരി, ഞാൻ പോയി വെച്ചിട്ട് വരാം. ശരി. ഇവിടെ ഞാൻ ഇല്ലാ സമയത്ത് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു നടന്നേ? എടി, ടെൻഷൻ അടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവളൊന്ന് ബോധം കിട്ടണം. അപ്പൊ തന്നെ അമ്മാവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വല്ല BP വല്ല വേരിയേഷനും വല്ലതും ആയിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മോളെ, ഇത് BP ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? ഇന്നലെ നമ്മുടെ റൂമിൽ നിന്ന് ഒരു സാധനം കിട്ടി. എന്ത് സാധനം? ഇടി, അവിടെ നിന്നൊരു പേപ്പറില്ലേ സ്ട്രിപ്പ് എനിക്ക് കിട്ടി. എടി, പറയുന്ന സമയം തന്നെ നിനക്ക് ചെയ്യാലോ. നീ ചെയ്യടി പ്ലീസ്. അതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെയാണ് തൂത്തത്. മര്യാദയ്ക്ക് വന്നിറങ്ങി. എടി, ഈ ഒരു പ്രാവശ്യം കൂടെ നീ ചെയ്. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ചെയ്യാം. എന്താന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ടയേർഡ്. അതെ, ഈ പണിയൊന്നും എടുക്കാണ്ട് ഇങ്ങനെ കിടന്നാലേ ഉറപ്പായിട്ടും ക്ഷീണം വരും. നീ എണീറ്റ് വന്നേ, വാ. എന്റെ ദൈവമേ, എന്റെ അമ്മ പറഞ്ഞ സെയിം ഡയലോഗ് നീ എങ്ങനെ പഠിച്ച്? നീ കൂടുതൽ വിഷയം അങ്ങോട്ട് മാറ്റണ്ട. ഇന്നും കൂടെ ഞാൻ തൂക്കും. അടുത്ത ഒരാഴ്ച നീ ഉറപ്പായിട്ടും തൂത്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റൂം മാറും, കേട്ടല്ലോ? സെറ്റ് അളിയ. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ തന്നെ ചെയ്തോളാം. അളിയനില്ലാത്ത ഈ റൂം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ ഡ്രാമ ഡയലോഗ് നിർത്ത്. നീയല്ലേ ഉറപ്പായിട്ടും ചെയ്യും. മൊത്തം കുപ്പയാക്കിട്ടേക്കാണ് അവള്. എടി, ഈ കട്ടിലടി കൂടെ തൂക്കണേ. അവിടെ എന്തോ കട്ടിലടിയില്ല വനെ പറഞ്ഞാൽ കൂടി ഇപ്പൊ ഒന്നും ചെയ്യാനും വന്നിരുന്ന ഡയലോഗ് അടിക്കാനാണ് ഒരു കുറവും ഇല്ല. നല്ല പൊടി ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കും, അതെങ്കിലും പറ്റുമോ? അതെന്ത് പേപ്പറാ? നോക്കിക്കൊണ്ടിരിക്കുവല്ലേ? എന്തിന്റെ? എന്തോ ബില്ലാണോ? ഇതെന്തോ മെഡിക്കൽ ബില്ലാണല്ലോ. ഇത് അവിടെ സ്റ്റോറിൽ ഏതെങ്കിലും വാങ്ങിച്ചതിന്റെ ബില്ലായിരിക്കും. അത് ശരിക്കും എന്തിന്റെ ബില്ലായിരുന്നു? എടി, അതിനകത്ത് എഴുതിയിരുന്നതേ ഈ പ്രഗ്നൻസി സ്ട്രിപ്പില്ലേ, അതിന്റെ എന്തോ കാര്യമായിരുന്നു. ഡി, നീ വെറുതെ തള്ളാണ്ടിരിക്കട്ടോ. എന്റെ അളി, ഞാൻ തള്ളിയതല്ല, അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവളുടെ ഇന്നത്തെ തലവർക്ക് ഇതിന്റെ ആണെന്നാണോ? പിന്നെ അല്ലാണ്ട് അവള് പിന്നെ എന്തിനാണ് ഈ പ്രഗ്നൻസി സ്ട്രിപ്പ് ഒക്കെ മേടിക്കാൻ പോയത്? അതിനവള് മാരീഡ് അല്ലല്ലോ. എടി ഗ്രാമവാസി, മാരീഡ് ആവണമെന്നില്ല ഒരാൾക്ക് പ്രഗ്നന്റ് ആവണമെങ്കിൽ. എന്റെ ദൈവമേ, അവിഹിതോ? എടി, നീ അത് ഉറപ്പിക്കാൻ വരട്ടെ. ഈ മഞ്ഞപത്രക്കാരി പറയണ പകുതി വിശ്വസിക്കാൻ പറ്റില്ല. അവരെന്തായാലും വരട്ടെ. എന്തായാലും എന്റെ അളിയാ, ഞാൻ വെറുതെ പറഞ്ഞില്ല. ഷുവർ ആയിട്ട് 100% ഷുവർ ആണ്, ഞാൻ കണ്ടതാണത്. എന്നാ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എന്റെ അളിയാ, ശരിക്കും ഇത് എങ്ങനെയായിരിക്കും സംഭവിച്ചേ?